പാദങ്ങൾക്കു വിളക്കും വഴികളിൽ പ്രകാശവുമായ യേശു മിശിഹായുടെ നാമത്തിൽ ഏവർക്കും സാന്ത്വം മിഷൻ സെമിനാരിയിൽ നിന്നും സ്നേഹവന്ദനം. ആഗസ്റ്റ് 12 കൈത്താക്കാലം 3-ാം ശനി. ഇന്നത്തെ വായനകൾ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 49 മുതൽ 56 വരെ, വിശുദ്ധ യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 4-ാം അധ്യായം 13 മുതൽ 17 വരെ. ചെയ്യേണ്ട നന്മ ഏതാണ് എന്നറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്നവൻ പാപം ചെയ്യുന്നു. നന്മയുടെ പക്ഷം ചേർന്നവൻ നന്മ ചെയ്യുന്നില്ലെങ്കിൽ നന്മയുടെ പക്ഷം ചേരാത്തവനെ കുറ്റപ്പെടുത്താൻ അവൻ എന്ത് അധികാരം? അതുകൊണ്ട് ഇന്നത്തെ ലേഖന ഭാഗത്ത് വിശുദ്ധ യാക്കോബ് ശ്ലീഹായുടെ ഓർമ്മപ്പെടുത്തൽ എത്രയോ അർത്ഥവത്താണ്. ചെയ്യേണ്ട നന്മ ഏതാണെന്നറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്നവൻ പാപം ചെയ്യുന്നു. മറ്റൊരവസരത്തിൽ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ വിശുദ്ധ പത്രോസിനോട് പറയുന്നതും നമുക്ക് ഇതിനോട് ചേർത്ത് വായിക്കാം. യഹൂദനായ നീ യഹൂദനെ പോലെയല്ല, വിജാതീയനെ പോലെയാണ് ജീവിക്കുന്നതെങ്കിൽ യഹൂദരെ പോലെ ജീവിക്കാൻ വിജാതീയരെ പ്രേരിപ്പിക്കുന്നതിന് നിനക്ക് എങ്ങനെ സാധിക്കും? ഇന്നത്തെ സുവിശേഷ ഭാഗത്തും നാം 2 വ്യത്യസ്ത കൂട്ടരെ കാണുന്നുണ്ട്. ജെറൂസലേമിലേക്ക് പോകുകയായിരുന്ന ഒറ്റ കാരണം കൊണ്ട് യേശുവിനെയും ശിഷ്യരെയും സ്വീകരിക്കാത്ത സമരിയക്കാരെയും, തങ്ങളെ സ്വീകരിക്കാത്ത സമരിയക്കാരെ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറക്കി നശിപ്പിക്കാൻ ഗുരുവിന്റെ അനുവാദം തേടുന്ന ശിഷ്യന്മാരും. ഇവിടെ ആരാ മെച്ചം? ഗുരുവിനെ അറിയാത്തവനോ അതോ ഗുരുവിനെ അറിഞ്ഞ് അവിടുത്തെ നിരന്തരം അനുഗമിക്കുന്ന ശിഷ്യന്മാരോ? ഇന്നത്തെ സുവിശേഷ ഭാഗത്തിന്റെ ആരംഭത്തിൽ നാം ശ്രവിച്ചു, അവൻ ഞങ്ങളോടൊപ്പം നിന്നെ അനുഗമിക്കാത്തത് കൊണ്ട് ഞങ്ങൾ അവനെ തടഞ്ഞു. ഇവിടെ ഗുരുവിനെ അറിഞ്ഞവനും അറിയാത്തവനും തടയുന്നവരാകുമ്പോൾ, വഴിമുടക്കികളാകുമ്പോൾ, ക്രിസ്തു തന്നെ അറിഞ്ഞവരെ ശാസിച്ച് മറ്റൊരു വഴിയെ യാത്ര തുടരുന്നുണ്ട്. ആ യാത്ര ജെറൂസലേമിലെത്തുമ്പോൾ നാം തിരിച്ചറിയുന്നു, അവന്റെ കൂടെ വലിച്ചെറിയപ്പെട്ടവരും പുറന്തള്ളപ്പെട്ടവരുമായ ഒത്തിരി പേർ ചേർന്ന് നിൽപ്പുണ്ട്. ചുങ്കക്കാരും പാപികളും വേശ്യകളുമൊക്കെ. നന്മ തന്നെയായവൻ തന്നെ തന്നെ പകുത്തു നൽകുന്ന ഈ ദിവ്യയാഗത്തിൽ പങ്കാളികളാകുന്ന നമുക്ക് നന്മയുടെ വഴികളെ അടയ്ക്കാതിരിക്കാം. നമുക്കെതിരല്ലാത്തവർ നമ്മുടെ പക്ഷത്താണെന്ന ബോധ്യത്തോടുകൂടെ സ്വർഗീയ പിതാവിന്റെ പക്കലേക്കുള്ള യാത്രയിൽ ഏവരെയും ചേർത്ത് പിടിക്കാൻ, പങ്കാളികളാക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.